സംസ്ഥാന നിയമസഭ അല്ലെങ്കിൽ നിയമസഭാ സെക്രട്ടേറിയറ്റ് ആണ് ഇപ്പോൾ അത് ഔദ്യോഗികമായി പുറത്തിറക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ തന്നെ ഇത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. 3 വർഷത്തിൽ കൂടുതൽ ശിക്ഷാവിധി മാത്രമല്ല ജനപ്രാതിനിധ്യ നിയമത്തിന്റെയും സുപ്രീം കോടതി വിധികളുടെയും അടിസ്ഥാനത്തിലാണ് ആന്റണി രാജുവിനെ അയോഗ്യനാക്കി ഇപ്പോൾ കേരള നിയമസഭ ഉത്തരവ് ആ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്ന നോട്ടിഫിക്കേഷന്റെ പകർപ്പും ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഈ തൊണ്ടിമുതൽ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം, അതായത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് നെടുമങ്ങാട് കോടതി ആന്റണി രാജുവിനെ ശിക്ഷിച്ചത്. അതിൽ നമുക്കറിയാം 2016 തിരുവനന്തപുരം മണ്ഡലത്തിൽ VS ശിവകുമാറിനോട് 10,905 വോട്ടിനാണ് ആന്റണി രാജു അതിന് മുമ്പത്തെ പ്രാവശ്യം പരാജയപ്പെടുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശിവകുമാറിനെ 7,089 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി തിരിച്ചുവരവായിരുന്നു ആന്റണി രാജു നടത്തിയത്. ഈ മന്ത്രിസഭയിൽ ആദ്യ പകുതിയിൽ ഗതാഗത മന്ത്രിയായിരുന്നു. പിന്നീട് അദ്ദേഹം തിരുവനന്തപുരം MLA ആയി തുടരുന്നതിനിടെയാണ് വർഷങ്ങൾക്ക് 3 പതിറ്റാണ്ട് മുൻപ് നടന്ന തൊണ്ടിമുതൽ തിരിമറി കേസുമായി ബന്ധപ്പെട്ട ആന്റണി രാജുവിനെതിരെ കോടതി ശിക്ഷാവിധി അടക്കമുള്ള കാര്യങ്ങൾ അത് നമ്മൾ കണ്ടതാണ്. അതിന് കോടതിയിൽ നടന്ന നിർണായകമായിട്ടുള്ള വിധിയും അതേപോലെ തന്നെ പ്രതിഷേധമടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. 3 വർഷത്തെ തടവ് ശിക്ഷയായിരുന്നു നെടുമങ്ങാട് കോടതി ആന്റണി രാജുവിന് വിധിച്ചത്. അദ്ദേഹത്തിനൊപ്പം 1-ാം പ്രതിയായിരുന്ന കൂട്ടുപ്രതി KS ജോസും ഇക്കാര്യത്തിൽ സമാന ശിക്ഷ വിധിച്ചിരുന്നു. നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. ഈ തൊണ്ടിമുതലിൽ കൃത്രിമത്വം കാട്ടി എന്നുള്ള കേസിലാണ് ആന്റണി രാജുവിനെതിരെ കോടതി ശിക്ഷ വിധിച്ചത്.